ഞാൻ സബ്മിഷനിൽ കൂടെ ഉന്നയിച്ചെന്ന് പറഞ്ഞ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 500 വർഷത്തെ പഴക്കമുള്ള മൂലം വള്ളംകളിയാണ്. അപ്പോൾ ആ വള്ളംകളിക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങൾ ഒന്നിച്ച് അന്ന് പ്രാദേശിക അവധി, കാരണം ഒരു കുട്ടനാട് നിയോജകമണ്ഡലം മാത്രമേ അതിനകത്ത് എനിക്ക് തോന്നിട്ട് വരുന്നുള്ളൂ, അങ്ങനെ ഒരു അവധി വേണമെന്ന് പറഞ്ഞത് എനിക്കും അത് ശരിയാണ് എന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്തു, സബ്മിഷനിലൂടെ അത് ഉന്നയിച്ചു. അതിൻ്റെ മറുപടി, എനിക്ക് തന്ന മറുപടി പരിഗണിക്കാം, സർക്കാർ അത് പരിഗണിക്കാം എന്നാണ് എനിക്ക് തന്ന മറുപടി. പിന്നെ രാവിലെ മാധ്യമങ്ങളിൽ നിങ്ങളെല്ലാവരുമാണ് വിളിച്ചിട്ട് തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് അതിൻ്റെ യാഥാസ്ഥ്യം എന്ന് എനിക്കറിയില്ല. കാരണം അത് ചിലപ്പം സ്കൂളെന്ന് പറഞ്ഞാൽ സ്കൂളുകളുടെയൊക്കെ പഠനം മുടക്കിയിട്ട് ഇങ്ങനെ ഒരു വള്ളംകളി പ്രധാനം സ്കൂളുകളാണെന്നുള്ള ചിന്തയായിരിക്കാം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞായിരിക്കും. അല്ലാതെ അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഷയം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ MLA വിരോധമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതൊന്നും അല്ലെന്നേ ഞാൻ പറയൂ. കാരണം എന്നെ വിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ജനങ്ങളുടെ പ്രശ്നമാണ് പറഞ്ഞത്. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനാണ് ഞാൻ ചോദിച്ചത് എങ്കിൽ പ്രാദേശിക അവധി തരണമെന്ന് പറഞ്ഞെങ്കിൽ അത് വ്യക്തിപരമായിട്ട് പറയാം. അതല്ല, അങ്ങനെയല്ല. പുള്ളിയുടെ തീരുമാനം 100% ഒരു ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് നിയമസഭയിൽ ആലോചിക്കാമെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, തരാനും തരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തിൽ കാരണം അത് അന്നേരം ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെയല്ലേ, ഒരു കാര്യം ചിലപ്പം പ്രസംഗിച്ചിട്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന സുഹൃത്തിനോടെ അത് കൊടുക്കില്ല, അതെൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിൽ ഞാനതൊരു ഇതായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഈ പറയുന്നുണ്ട് MLA എടുക്കുള്ള വ്യക്തിപരമായിട്ട് അതൊന്നും ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ നല്ല ബന്ധമാണ്, എന്ത് കാര്യം പറഞ്ഞ് ചെന്നാലും വളരെ ഇതായിട്ട് കേൾക്കാനും ഇടപെടാനും ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങളീ പറയുന്ന സാഹചര്യം നിങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യമല്ല ഒരിക്കലും മുഖ്യമന്ത്രി അവിടെ പറഞ്ഞതിലെങ്ങും ഉള്ളത് എന്ന് എനിക്ക് 100% അറിയാം. അങ്ങനെ കേരള കോൺഗ്രസ് എന്നൊന്നുമില്ല. നിയമസഭയിൽ ജനപ്രതിനിധികളെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 102 പേരുണ്ട്. ഈ 102 പേരും ഒരേ കൂട്ടേ ഉള്ളൂ. എല്ലാവരും ഒരേ ജനങ്ങളുടെ വോട്ട് മേടിച്ച് വന്നവരാ. ഈ 102 പേരും എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ഒരേ നീതിയും നിയമസഭയിൽ കിട്ടിയില്ലേ ചോദിച്ച് മേടിക്കാനാണ് MLA ചോദിക്കാത്തവർക്ക് കിട്ടത്തില്ല, ചോദിക്കുന്നവർ കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊന്നുമല്ല, പ്രാദേശിക അവധിയോ ഒന്നുമല്ല. കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരുടെയും സഹകരണവും സഹായവും അഭ്യർത്ഥിച്ചാണ് ഞാൻ നടക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എടുത്തേക്കുന്ന 140 MLA-മാരിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വവും ഏറ്റവും വലിയ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ഈ MLA ആണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്കെല്ലാം അറിയാം. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ, ഈ കുട്ടനാട്ടിലെ ജനങ്ങൾ അതേ കൂട്ട് പ്രയാസപ്പെടുന്നത് ഇപ്പം നിങ്ങൾ കണ്ടു കാണും. ഞാൻ 2 ദിവസം ഇല്ലായിരുന്നു, ഇവിടെ ഒരു 200 പേര് കൂടുതലുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടുതലും ക്യാൻസർ രോഗികളാണ്. കൂടുതൽ ആഹാരം നമ്മൾ ചിന്തിക്കണ്ടേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, ഷാജാനൂടെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനൊന്നുമില്ല ഷാജാൻ, വടക്കൻ പറവൂരും തെക്കൻ പറവൂരൊന്നുമില്ല. കേരളത്തിലെ എല്ലാവർക്കും ഒരേ നീതിയേ ഉള്ളൂ. പുള്ളിയെ സംബന്ധിച്ചുള്ള പുള്ളി പറയാനുള്ള അന്നേ പറയും. അത് അങ്ങനെയാണ്. ഇന്നലെ നിയമസഭയിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മറുപടി വന്ന ശേഷം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ നാട്ടുമ്പുറത്തുകളിലാണെങ്കിലും ഒക്കെ ആളുകൾ പറയുന്നത് ഞങ്ങളുടെ നാടിനെ അപമാനിച്ചെന്നുള്ളൊരു വികാരം പൊതുവിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും താങ്കളോട് പറഞ്ഞോ? എന്നെ ഒത്തിരി ആൾക്കാർ കുട്ടനാട്ടിലെ ആൾക്കാർ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വിളിക്കുന്നുണ്ട് തന്നെ. ഇത് കണ്ടിട്ട് എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞ മറുപടിയേ ഉള്ളൂ എന്ന് പറയാം. കാരണം അത് അങ്ങനെയല്ല. കാരണം ഇപ്പോഴും MLA എന്ന നിലയിലും സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലും എന്നോട് പറഞ്ഞിരിക്കുന്നത് അതിന് തീരുമാനം സർക്കാർ കൈക്കൊള്ളാം, നോക്കാം എന്നാണ്. അതാണ് ഞാൻ വിശ്വസിച്ചേക്കുന്നത്. കാരണം അതിനുശേഷം അൺഒഫീഷ്യലായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് നോക്കേണ്ട കാര്യമില്ല.
അതെന്തു ആയാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കുട്ടനാട്ടിലെ ജനവികാരം കണക്കിലെടുത്ത് മൂലം വള്ളംകളിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞ 10 വർഷം എല്ലാവരും പുറകെ നടന്നിട്ടും ചെയ്യാത്ത ഒന്നാണത്. ഈ എം എൽ എ ഇപ്പം ആ സബ്മിഷനായിട്ട് ഉന്നയിച്ചു. അത് ചെയ്യും എന്നൊരു വിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് സഭയിൽ ഉന്നയിച്ച ഒരു സബ്മിഷനാണ്. അത് കിട്ടും എന്ന പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. അത് പ്രാദേശിക അവധിയാണ്, സംസ്ഥാനം മൊത്തമുള്ളതല്ല. ഇപ്പം നമുക്കറിയാം അങ്ങനെ ഒരു അവധി കൊടുത്തില്ല എങ്കിൽ തന്നെയും അൺഒഫീഷ്യലായിട്ട് കാലങ്ങളായിട്ട് അത് കുട്ടനാടിൻ്റെ ഒരു ഉത്സവമാണ്. അത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അന്ന് അൺഒഫീഷ്യലായിട്ട് എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന കുട്ടനാടിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറുന്ന ദിവസമാണ്. അപ്പോൾ അത് ഒഫീഷ്യലാക്കാൻ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ ഒരു അവധി അത് നടക്കും, തരും എന്നാണ് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ. സർക്കാരിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വള്ളംകളി തന്നെയാണ്. സർക്കാരാണ് ഇതിന് കൂടുതലും സഹായം ചെയ്യുന്നതും എല്ലാം. ഈ മറ്റു കാര്യങ്ങൾ നമ്മുടെ ബജറ്റിൽ ഒരു പൂർണ്ണ ബജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾക്ക് കുട്ടനാട് എന്നുള്ള പേര് നമ്മുടെ ബജറ്റിൽ ഇടം പിടിച്ചില്ല എന്നൊരു പരാതി പൊതുവിൽ ഉയർന്നു വരുന്നത്. നെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും സംഭരണ വിലയുടെ കാര്യത്തിലാണെങ്കിലും അതിന് മുൻപേ നടപടികൾ തുടങ്ങിയെങ്കിലും ബജറ്റിൽ ആ പ്രഖ്യാപനങ്ങളൊന്നും വന്നില്ല, പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല, ഒരു പരാതി. ഇതൊരു പുതുക്കിയ ബഡ്ജറ്റാണല്ലോ. ഇന്നലെ നിയമസഭയെ പറഞ്ഞു കുട്ടനാടിൻ്റെ സഹിതം കഴിഞ്ഞ ഗവൺമെൻറ് വെച്ചേക്കുന്നത് എല്ലാം അതേ കൂട്ട് ഉണ്ട്. അതിന് പുറത്ത് ഞങ്ങൾക്ക് ഓരോ MLA-മാർക്കും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായമായിട്ട് എല്ലാ MLA-മാർക്കും 5 മുതൽ 10 കോടി രൂപയുടെ വർക്ക് തന്നിട്ടുണ്ട്. അത് കുട്ടനാടിനും തന്നിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, ഇത് നമ്മൾ ഒരു സർക്കാർ ഭരണത്തിൽ വന്ന് ഒരു മാസവും അതൊരു ബഡ്ജറ്റാണ്. ഇതിൻ്റെ എല്ലാം ശരിയായ രീതിയിൽ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും അടുത്ത ബഡ്ജറ്റ് മുതൽ നമ്മൾ മുമ്പിലുണ്ടായിരിക്കും. അതിനൊരു രാഷ്ട്രീയവുമില്ല, ഒരു ജാതിയില്ല, ഒരു മതവുമില്ല. അതിനുവേണ്ടി ഞാൻ എവിടെയും ഇറങ്ങും, ആരുടെയും മുമ്പിൽ ഇറങ്ങും. അതിന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുട്ടനാട് പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ജനകീയമായിട്ട് ഇറങ്ങും. ഏതാ കുട്ടനാടിനൊന്നും കൊടുത്തില്ല എന്നവർ പറയുമ്പം അവരുടെ ബഡ്ജറ്റിൻ്റെ അത് നിലനിർത്തിക്കൊണ്ടുള്ള പുതുക്കല. അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കൊടുത്തില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അതിൻ്റെ തോൽവി അവരേറ്റ് മേടിച്ചത്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. പുതുക്കിയ ഒരു ബഡ്ജറ്റിൽ 140 MLA-മാർക്ക് 10 കോടി വെച്ച് കൊടുക്കുമ്പം എത്രയായി? 1400 കോടി ആയില്ലേ? ഇന്ന് 1400 കോടി കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ കയ്യിൽ എവിടുന്ന കടം കയറ്റി ഒന്നുമല്ലാതെയാക്കി പോയതല്ലേ. പിന്നെ ഇവർ കുട്ടനാടിനൊന്നുമില്ല എന്ന് പറയുന്ന ഇടതുപക്ഷം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് കുടിക്കാൻ വെള്ളവും നടക്കാൻ വഴിയും കുട്ടനാട്ടിൽ. നിങ്ങളൊക്കെ ഒരു ദിവസം എൻ്റെ കൂടെ ഇറങ്ങണം. ഇന്ന് വരെ നിങ്ങളാരും പോയിട്ടില്ലാത്ത, ഒരു പൊതുപ്രവർത്തകനും പോയിട്ടില്ലാത്ത, കഷ്ടപ്പെടുന്ന ഇവിടെ വന്ന് നിന്ന് ആൾക്കാരെ കണ്ടില്ലേ? ഇവരെയൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിച്ചാൽ ഈ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ എങ്ങും കാണത്തില്ല ഇതുകൂട്ടൊരു സ്ഥലം. ആരാ ഇങ്ങനെ ആക്കിയേ? ഇടതുപക്ഷമാണ്. ഇന്നലെ നിയമസഭയിലും എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളാണ് ഈ നാടിനെ ഇങ്ങനെ ആക്കിയത്, നവകേരള സൃഷ്ടിയാക്കി മാറ്റിയത്. അവർ നവകേരള സൃഷ്ടി ഇതാണ്. അപ്പോൾ ഇതിനൊന്നും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഇതിനെ മാറ്റണം. കഴിഞ്ഞ കാലങ്ങളും പറഞ്ഞ് നടന്നൊരു കാര്യമില്ല. ഇതിനെ മാറ്റാൻ ഏതറ്റം വരെയും ഞാൻ പോകും. കാരണം എനിക്കിതിൽ നിന്നും ഇങ്ങോട്ട് കിട്ടാനില്ല, അങ്ങോട്ട് കൊടുക്കാനില്ല. ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ ജനപ്രതിനിധി സ്ഥാനം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് മാറ്റാൻ വേണ്ടി ഞാനുണ്ടായിരിക്കും. അതിന് എനിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കത്തില്ല. എവിടെയും ആരോടും കുട്ടനാടിൻ്റെ ആവശ്യങ്ങൾ പറയാനും ചെയ്യിപ്പിക്കാനും മുമ്പിലുണ്ടായിരിക്കും. കുട്ടനാട് ക്യാൻസർ രോഗികൾ ഒരു വാർഡിൽ 50-60 വെച്ച് പേരുണ്ട്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ നിർണയ ഹോസ്പിറ്റലില്ല, ഒരു ഡയാലിസിസ് ചെയ്യാനുള്ള സ്ഥലമില്ല, ഒരു കീമോതെറാപ്പി ചെയ്യാനുള്ള സ്ഥലമില്ല, യാതൊന്നിനുള്ള സൗകര്യം, നല്ല ഒരു ഹോസ്പിറ്റലില്ല, നല്ല ഒരു സ്കൂളില്ല, നടക്കാൻ നല്ലൊരു വഴിയില്ല, ക്ലീനായ വൃത്തിയായ ഒരു തോടില്ല. ഈ മൈൻ ഇറിഗേഷൻ്റെയും കീഴിലുള്ള എല്ലാ തോടുകളും 30 വർഷം 25-30 വർഷമായിട്ട് മാലിന്യം നിറഞ്ഞ് കുമിഞ്ഞ് കിടക്കുകയാണ്.
ഇതിനൊക്കെ പരിഹാരം മറ്റുള്ള സ്ഥലങ്ങളെ പിന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പട്ടയമില്ല. ഇപ്പം നിങ്ങൾ കണ്ട പത്രവാർത്ത വായിച്ചാണ് 60 വർഷമായിട്ട് ജീവിക്കുന്ന വീട് പുതുക്കി പണിയാൻ ചെന്നപ്പം ഡേറ്റാ ബാങ്കിൽ കൃഷി സ്ഥലമൊന്നും 60 വർഷമായ കുടുംബമാണ്, പാരമ്പര്യ കുടുംബമാണ് മങ്കൊമ്പിൽ. അങ്ങനെയുള്ള നൂറുകണക്കിന് ആൾക്കാർക്കില്ല. ഇതൊന്നും കുട്ടനാട്ടിലെ ഈ പ്രശ്നമൊന്നും ഒരു കാരണവശാലും നമ്മൾ മലയോര കർഷകരുടെ പട്ടയമായിട്ട് കൂട്ടിവയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതൊക്കെ ഞാൻ എപ്പോഴും പോയി എല്ലാവരെയും കണ്ട് പറയുന്നുണ്ട്. ഇത് പറയുക മാത്രമല്ല, ചെയ്യണം, ചെയ്യിപ്പിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം.